ഈ വിഷുദിനത്തിൽ നമുക്കൊരു അതിജീവന കഥയാണ് പറയാനുള്ളത്. പള്ളിത്തോട് കുന്നോത്തുപറമ്പിലെ പാറായി ബൈജുവിൻ്റെ 20-ാം വയസ്സിൽ പെയിന്റിംഗ് തൊഴിലിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റ് 30 വർഷമായി അരയ്ക്ക് താഴെ തളർന്ന ബൈജു ഇന്നും നമ്മെപ്പോലെ ജീവിക്കുന്നു. ഒരേ കിടപ്പിൽ കിടന്ന് ഓരോ ദിവസവും തള്ളി നീക്കേണ്ട അവസ്ഥയിൽ നിന്ന് ബൈജുവിനെ 30 വർഷം വെറും 30 ദിവസമാക്കി തീർത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. 30 വർഷം മുമ്പ് ഇപ്പം 30 വർഷമായി. ഞാൻ 20 വയസ്സ് കഴിഞ്ഞ് 21-ാമത്തെ വയസ്സ് തുടങ്ങുമ്പോൾ അത് വീട് പണിയെടുക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് നട്ടലിൻ്റെ പരിക്കേറ്റതാണ്. പെയിൻറ്റിങ് ജോലിക്കിടയിൽ ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ചികിത്സ നടത്തി. ആയുർവേദവും ഇംഗ്ലീഷും അലോപ്പതിയും എല്ലാം നടത്തി. അങ്ങനെ ഇപ്പോൾ 5-8 വർഷം ഫുള്ള് കിടന്ന കിടപ്പത്തൻ്റെയും അതിനുശേഷം പിന്നെ വീൽ ചെയർ തന്ന് അങ്ങനെ മണിപ്പാലിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ വീൽ ചെയർ തന്ന് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഇതായി. അതിനുശേഷം പതുക്കെ റിക്കവറായിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇരിക്കാനുണ്ടായത്. ആദ്യകാലത്ത് എൻ്റെ വീട്ടിൽ പെയിൻറ്റിങ് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏകദേശം 2-3 വർഷം ജോലി ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞിക്കണ്ണാട്ടം എന്ന് പറഞ്ഞ മേസ്ത്രിയുടെ കൂടുതലായിരുന്നു പണിയെടുക്കുന്നത്. ആ സമയത്താണ് ആകസ്മികമായിട്ട് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. 95 ഡിസംബർ 27-ന്. ഞങ്ങൾ അന്നത്ര കാര്യമായിട്ട് പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സംഭവം. ചെറിയ അധികം ഉയർത്തി നിന്നല്ല വീണത്. ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഇരിട്ടിയിലും അവിടെ നിന്ന് കണ്ണൂരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ എത്തിക്കുമ്പോഴാണ് ഇതിങ്ങനെ സ്പൈനൽ കോഡിൻ്റെ പ്രശ്നമുണ്ട്, അത് സീരിയസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മണിപ്പാലിൽ കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ മണിപ്പാലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി അങ്ങനെ ഏറ്റിരിക്കാൻ പോലും കഴിയില്ല, കിടന്ന കിടപ്പിലായിരിക്കും, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ പറഞ്ഞത്. ശരിക്കും ഞങ്ങൾ അപ്പോൾ വിഷമിച്ചു പോയി. പിന്നെ ആ സമയത്തൊക്കെ നമ്മളെ നാട്ടുകാരും കൂട്ടത്തിലുള്ളവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പിന്നെ സാമ്പത്തിക സഹായം ചെയ്യാനും കാര്യത്തിനുമൊക്കെ കൊടുത്തിരുന്നുണ്ട്. ഈ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം നമ്മുടെ അടുത്ത് പണിയെടുത്തുകൊണ്ടിരുന്നവരെല്ലാം ആശുപത്രിയിൽ നിൽക്കാനൊക്കെ ആയിട്ട് എല്ലാവരും സഹായിച്ചായിരുന്നു. പിന്നീട് ഞങ്ങൾ വന്ന് 1-2 വർഷത്തിന് ശേഷം പിന്നെ കാസർഗോഡ് ഇരണ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈദ്യരെ എടുത്തു കൊണ്ടുപോയി. ആ വൈദ്യരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് ബൈജുവിനെ കുറച്ചുകൂടി ഡെവലപ്പാക്കിയത്. പിന്നെ ബൈജുവിൻ്റെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും, കാരണം ഞാൻ തളർന്നു പോയി എന്നുള്ളൊരു തോന്നലിനുപരി ഒരുപാട് ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്തുക്കൾ, അങ്ങനെ ഈ വീട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിരക്കുള്ള സ്ഥലമായി, എപ്പോഴും ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി ആ രീതിയിൽ സ്വയം ഒന്ന് ഉണർന്നു വരാനുള്ള ഒരു കഴിവ് അവനുണ്ടായി. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു, കുടുംബത്തിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എനർജി അവന് കിട്ടി. അതിൻ്റെ ഒരു ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആദ്യം വീൽ ചെയറിൽ ഇരുന്ന് പോകാനായി. ഇപ്പം ഇലക്ട്രോണിക് വീൽ ചെയർ കിട്ടിയത് നമ്മുടെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു ഇടപെടൽ, ഹമീദിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും തന്നെ എല്ലാ കാര്യത്തിലും ഇവൻ്റെ കാര്യത്തിൽ ഇടപെടൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് വള്ളിത്തോട് കുന്നോത്തുപറമ്പിലെ പാറായി ബൈജുവിൻ്റെ 50-ാം പിറന്നാൾ നാട്ടുകാർ ആഘോഷമാക്കി മാറ്റിയതും. ഇങ്ങനെ കിടന്ന് നരകിക്കാനുള്ളതല്ല തൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ ബൈജുവും തൻ്റെ മനക്കരുത്തിൽ വീട്ടിൽ തന്നെ കച്ചവടം ആരംഭിച്ചു. സ്റ്റേഷനറി സാധനങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന കട. നാട്ടുകാർ ഇവിടെ വന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് പണം ഇവിടെ വയ്ക്കാം. വൈകിട്ടാകുമ്പോൾ സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം എത്തി ബൈജുവിനോടൊപ്പം ചേരും. പിന്നെ കളിച്ചിരി, തമാശകൾ. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ഇലക്ട്രിക് വീൽ ചെയർ വലിയ അനുഗ്രഹമായിരുന്നു ബൈജുവിന്. ഉത്സവപ്പറമ്പുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമൊക്കെ ഓരോരോ കൂട്ടുകാരെത്തി ബൈജുവിനെ കൊണ്ടുപോകും. സുഖമില്ലാണ്ട് നട്ടലിൽ പരിക്കേറ്റ് ഒരുപാട്. അപ്പോൾ എനിക്ക് എൻ്റെ അതിൻ്റെ കുറേ സംഘടനയിൽ ഞാൻ അംഗോ. അപ്പോൾ അവരെല്ലൊക്കെ ഇങ്ങനെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ കിടക്കുക. അപ്പോൾ എൻ്റെ ഒറ്റ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരും പിള്ളമാരാണ്. അവരെപ്പം അത് വരും. അങ്ങനെ വണ്ടി പിന്നെ ഓരോ ബീച്ചിലും പല സ്ഥലത്തുകൾ കൊണ്ടുപോവുകയും ഉത്സവ സ്ഥലത്തുകളിൽ ഏത് അമ്പലങ്ങളിൽ കാനവള നടന്നാലും അവർ വന്ന് എന്നെ കൂട്ടി ഇപ്പം മാർത്തിയായാലും ഏത് അമ്പലങ്ങളിലായാലും നമ്മളെ പോയി വണ്ടി സൈഡാക്കി തരും. നമ്മൾ അതിനടുത്ത് പരിപാടി കാണും. പറ്റുമ്പോൾ അതാണ് അങ്ങനെയുള്ള ബന്ധുക്കളുകൊണ്ടാണ് നമ്മൾ ഈ പുറം ലോകമല്ല കാണുന്നത്. അല്ലാണ്ട് ഇങ്ങനെ വരുന്ന ടീമാണ് ഒറ്റപ്പെട്ടു പോയവരെ കിടക്കുന്നത്. നമുക്ക് ഇതായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിതം അവസാനിച്ച് നമ്മളതിന്
ഇനി കിടന്ന കിടപ്പിൽ തന്നെ നിങ്ങളെ ചിന്തിച്ചോട്ടെ. ഞാനത് ഒരു പരിധിവരെ നമ്മൾ ഒരു 5-8 വർഷം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാൽ ഞാനൊരു 10 വർഷം പോലും കൂടുതൽ ജീവിക്കില്ല എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഈ 30 വർഷം എത്തിയതിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെ എത്തിയത് നമ്മളറിയാണ്ടങ്ങ് പോയി. നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ ബാക്കോട്ട് ചിന്തിക്കലില്ല. ഒരാളിവിടെ വരുന്ന എൻ്റെ കൂട്ടുകാർ പോലും എന്നെ ഇങ്ങനെ ഈ അസുഖം എന്നാ എങ്ങനെ എന്താ പറ്റിയത് അങ്ങനെ ആരും ചോദിക്കലില്ല. നമുക്ക് അടുത്ത എവിടെ പോകേണ്ട പരിപാടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമക്ക് പോവാം. ഞാൻ വിളിക്കൽ സിനിമയ്ക്ക് ഒരു 10-15 സിനിമയ്ക്ക് പോയി അല്ല കൂട്ടിയിട്ട് അല്ലാതെ. ഒരുവിധ സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഒരുവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വണ്ടി പോകുന്ന എല്ലാ സ്ഥലത്തും ഒരുവിധം എല്ലാ സ്ഥലത്തും ഞാൻ പോയി. വിശാൽ നഗർ, വയനാടെല്ലാം നമ്മളെ എൻ്റെ കൂട്ടുകാർ കൂട്ടിയിട്ട് എല്ലാ സ്ഥലത്തും പോയി. പല അസുഖങ്ങളും അപകടങ്ങളും സംഭവിച്ച് വീട്ടിൽ കിടക്കുന്നവർക്ക് എല്ലാവരും താങ്ങും തണലുമായി എത്തിയാൽ തീരാവുന്നതേയുള്ളൂ അവരുടെ പ്രശ്നങ്ങൾ എന്നാണ് ബൈജു അനുഭവത്തിലൂടെ പറഞ്ഞു തരുന്നത്. സുഹൃത്തുക്കളുടെയും കുടുംബക്കാരുടെയും ഈ സ്നേഹമാണ് ബൈജുവിനെ ഇന്നും തളരാതെ മുന്നോട്ട് നയിക്കുന്നത്. വള്ളിത്തോട് നിന്നും ഉന്മേഷ്.